നിമിഷം എനിക്ക് അങ്ങോട്ടുള്ള ആരാധന കൂടി വരികയാണ്. അറിവുകെട്ട അത്ഭുതമാണ് ആരാധന എന്ന് പറഞ്ഞത് NN പിള്ള നാടകൃത്താണ്. നാളെ മുതൽ ഞാൻ അങ്ങയോടൊപ്പം അങ്ങയുടെ അസിസ്റ്റന്റായി ഉണ്ടാവും. നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തത് ജനറ്റിക്സും റോബോട്ടിക്സും എല്ലാം ചേർന്നുള്ള യന്ത്രവൽകൃത വൈദ്യമാണ്. ശുശ്രൂഷ എന്ന വാക്കിനർത്ഥം രോഗിയെ കേൾക്കാനുള്ള തീവ്രമായ ഇച്ഛ എന്നതാണ്. തങ്ങളുടെ സുഖജീവിതത്തിലുള്ള വിഭവങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഉൽപ്പന്നങ്ങളാണ് രോഗികൾ എന്നൊരു ധാരണ ന്യൂ ജനറേഷൻ ഡോക്ടർമാർക്കുണ്ട്. അത് മാറ്റണം. ഞാൻ കളവ് പറയില്ല എന്നൊരു വിശ്വാസം ആ വന്ന അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനിന്ന് കളവ് പറഞ്ഞു. ആ അമ്മയ്ക്ക് മുന്നിൽ നിനക്ക് വേണ്ടി, ഈ ആശുപത്രി കൊണ്ട് നിങ്ങളൊക്കെ പറയുന്ന സൽപ്പേരെ നിലനിർത്താൻ വേണ്ടി. ക്ഷമിക്കണം, ഈ രാത്രിയിലെ ആഘോഷങ്ങൾക്ക് ഞാനില്ല. ഇവിടുന്ന് മടങ്ങി വരുമ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന അവസ്ഥയിലാണ് നീ എങ്കിൽ മാത്രം എന്നെ വന്ന് കാണണം. കുറ്റബോധം മായ്ക്കാനുള്ള മരുന്നല്ല മദ്യം. എത്ര പേക്ക് വീശി ഓർമ്മയില്ല, പക്ഷെ ബോധമുണ്ട്. ആ പോയ മനുഷ്യനില്ലായിരുന്നെങ്കിൽ അച്ഛനും ഡോക്ടർ ജീവനും ഒക്കെ അകത്ത് കിടന്ന് ഗോതമ്പുട്ടോ നിന്നേനെ. ആർക്കു വേണ്ടിയാ? നിനക്ക് നിന്റെ തന്തയ്ക്കും വേണ്ടി 100-300 കോടി രൂപ മുടക്കിയത് പുണ്യം കിട്ടാനല്ല, ലാഭമുണ്ടാക്കാനാണെന്നൊക്കെ പറയുമ്പോ ഞാനും അതുപോലെ ആദർശം പറഞ്ഞു വന്ന എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പുണ്യാളനാവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ശമ്പളം തരുന്ന സ്ഥാപനത്തോടുള്ള കൂറ്. MD കഴിഞ്ഞ് കുറെ കാലം അയാളുടെ പിന്നാലെ നടന്നു. കുലിശിച്ച ബന്ധം. എന്റെ മുഖമടച്ചടിച്ചയാൾ, ആക്ഷേപിച്ചയാൾ, അയാളെക്കാളും വലിയ സ്കോളർ ഞാൻ. 3-4 അടിച്ചിട്ടുണ്ട്. സ്മെൽ. അതിന് ഇത്രയും വലിയ റിയാക്ഷൻ്റെ ആവശ്യമില്ല. ഇന്നെനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം. എന്നിട്ട് ഇവിടെ തുടരണമോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഡോക്ടർ ജീവൻ എനിക്ക് മകനെ പോലെയാണെന്ന് തമ്പുരാൻ നാഴിക്ക് 40 വട്ടം പറയാറുണ്ടല്ലോ. ആ മകനെ പോലെ എന്നതിന് പകരം മകനാണെന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇവിടെ നിൽക്കുന്നതിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ട് മോളെ. അതെ, നീ എന്നെ എത്ര കാലം തൊട്ട് കാണും? കഴിഞ്ഞ 10 വർഷം. അതായത് നീ +2 കഴിഞ്ഞ കാലം മുതൽ ഞാൻ നിന്നോട് പറയാത്ത എന്നാ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യം എന്താണെന്നറിയോ? വിറ്റല്ലോ. പോടെ കാര്യം പറ. MBBS കഴിഞ്ഞ് കയറി വന്ന ചുള്ളം പയ്യൻ. ആ കാലം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, നിനക്ക് എന്നോട് പ്രേമമാണല്ലേടാ? മുടിഞ്ഞ പ്രേമം, ഒടുക്കത്തെ പ്രേമം. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയൊക്കെ നേടിയേ. ഇനി പറ, ഞാൻ എന്താ വേണ്ട? തമ്പുരാനോട് പറയടാ, കെട്ടിച്ചു തരാൻ. എന്താ ധൈര്യമില്ലേ? നീ എന്താ ആലോചിക്കുന്നത്? അല്ല, നീ ചട്ടയും മുണ്ടുടുത്താൽ എങ്ങനെയിരിക്കും? ഇനി ഞാൻ നിന്റെ മുമ്പിൽ നിന്നാ, ഞാൻ തുണിയില്ല നിന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ. തമ്പുരാൻ ക്ഷമിക്കണം, ഞാൻ മതിയാക്കാം ഇവിടുത്തെ സേവനം. എന്തിനാ വെറുതെ പരാതിയും പരിഭവമൊക്കെ ഇട്ട് ഞാനിവിടെ ഇങ്ങനെ തുടരണേ? മാനേജ്മെന്റിനെ ഫേവർ ചെയ്യുന്നതും സ്ഥാപനത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നതുമാണോ ഞാൻ ചെയ്ത കുറ്റം? ഞങ്ങൾക്കത് ബോധ്യമുണ്ട് ജീവൻ. ഡോക്ടർ ഹരികന്റെ വിശുദ്ധ പദവി തൽക്കാലം നമുക്ക് ആവശ്യമാണ് എന്ന് കരുതി ഞാൻ ചെകുത്താനായി അറിയപ്പെടുന്നുണ്ടോ? ഡോക്ടർ ഹരികരൻ ദൈവം, ഡോക്ടർ ജീവൻ ചെകുത്താൻ. അത് ശരിയാവില്ല. അതുകൊണ്ട് കുറെ കൂടി സൗകര്യപ്രദമായ രീതിയിൽ മറ്റെവിടേക്കെങ്കിലും പോകാനാണ് എന്റെ പരിപാടി. അതിന് ഞങ്ങൾ തയ്യാറല്ലെങ്കിലും താനില്ലാതെ ഈ പ്രസ്ഥാനമോ? അതിന് തമ്പുരാൻ ഏറെ വില നൽകേണ്ടി വരും. വിലപേശാൻ കിട്ടുന്ന ഒരു നിമിഷവും നീ പാഴാക്കാറില്ല. നിനക്ക് എന്താ വേണ്ടത്? ഇതൊരു വിലപേശലല്ല. ഈ സ്ഥാപനത്തിൽ വന്ന കാലം മുതൽ അങ്ങനോട് പിതൃതുല്യമായ ഒരു വാത്സല്യമാ കാണിച്ചിട്ടുള്ളത്. മറിച്ച് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എന്തൊരു വാടകയുടെ ഇത്! എന്റെ സ്വന്തം സ്ഥാപനം എന്ന പരിഗണനയുടെ മാത്രമേ ഞാനിവിടെ നിന്നിട്ടുള്ളൂ. എന്റെ സ്വന്തം സ്ഥാപനം. കൂൾ ഡൗൺ ജീവൻ, കൂൾ ഡൗൺ. സോറി ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയിപ്പോയി. ഓക്കെ,
ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപാട് വാള ഒരു നല്ല കാര്യം പറയുമ്പോ വാള. ഓക്കെ, തമ്പുരാന് വിരോധമില്ലെങ്കിൽ എന്റെ പൊന്നു ജീവ ഒന്ന് പറഞ്ഞു തോലയ്ക്ക്. പ്രകൃതിയെ എനിക്ക് വിവാഹം ചെയ്ത് തരണം. എടാ, അത് എനിക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന തീരുമാനമാണോ? അങ്ങ് ഉദ്ദേശിക്കുന്നു? മോളോടൊന്ന് ചോദിക്കണം, അവിടെ അഭിപ്രായമാണ് മറ്റെന്തിനേക്കാളും പ്രധാനം. പ്രകൃതി സമ്മതിച്ച പിന്നെ ജാതി മതം കുലം കോവിലകം എന്നൊക്കെ പറഞ്ഞ് തടസ്സം നിൽക്കോ? നോ, അവർക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് എതിർപ്പില്ല. കിഴക്കൻ മലമുകളിലേ വെളുത്ത പെൺകൊടിയേ, കുളിരു കോരിയണിഞ്ഞ് അരികെ വരുമോ നീയൻ കുറുമ്പുകാരിയഴകേ. കിഴക്കൻ മലമുകളിലേ വെളുത്ത പെൺകൊടിയേ, കുളിരു കോരിയണിഞ്ഞ് അരികെ വരുമോ നീയൻ കുറുമ്പുകാരിയഴകേ. മെഴുകുതിരികൾ തെളിയും മിഴികൾ നോക്കി നിൽക്കേ, മനസ്സു നിറഞ്ഞു പോയി പെണ്ണെ മകരമാസക്കിളിയേ. മെഴുകുതിരികൾ തെളിയും മിഴികൾ നോക്കി നിൽക്കേ, മനസ്സു നിറഞ്ഞു പോയി പെണ്ണെ മകരമാസക്കിളിയേ. വിലോലമായ നിൻ കവിളിൽ വിരൽ തൊടുന്ന തെന്നലു ഞാൻ. കിഴക്കൻ മലമുകളിലേ വെളുത്ത പെൺകൊടിയേ, കുളിരു കോരിയണിഞ്ഞ് അരികെ വരുമോ നീയൻ കുറുമ്പുകാരിയഴകേ. ചട്ടയും മുണ്ടുമണിഞ്ഞ് കൊട്ടയും കൊണ്ടുവായോ, കണ്ണാടിക്കടപ്പുറത്ത് വീണ്ടും ചാകര കൊണ്ടുവന്നേ. ചട്ടയും മുണ്ടുമണിഞ്ഞ് കൊട്ടയും കൊണ്ടുവായോ, കണ്ണാടിക്കടപ്പുറത്ത് വീണ്ടും ചാകര കൊണ്ടുവന്നേ. പരൽ കുളഞ്ഞ ഭൂമിഴിയിൽ പതുക്കനെ തലോടിത്തരാ. കിഴക്കൻ മലമുകളിലേ വെളുത്ത പെൺകൊടിയേ, കുളിരു കോരിയണിഞ്ഞ് അരികെ വരുമോ നീ
കിഴക്കൻ മലമുകളിലേ വെളുത്ത പെൺകൊടിയേ കുളിരു കോരിയണിഞ്ഞ്